സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി എന്ന് സർക്കാർ. ചെലവ് ചുരുക്കണമെന്ന് വകുപ്പുകൾക്ക് ധനവകുപ്പിന്റെ നിർദ്ദേശം. പുതിയ പദ്ധതികൾ ഒഴിവാക്കണമെന്നും ചെലവ് പരിമിതപ്പെടുത്തണമെന്നുമാണ് നിർദ്ദേശം. കടമെടുപ്പിനെ വിമർശിച്ച UDF സർക്കാർ അധികാരത്തിലേറിയപ്പോൾ കടമെടുപ്പിലും റെക്കോർഡിട്ടു. വിവരങ്ങളുമായി അഞ്ജു എസ് പാലൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. അഞ്ജു, ഏതായാലും ഈ റെക്കോർഡ് കടമെടുപ്പാണ് VD സതീശൻ സർക്കാർ നടത്തിയത്. കഴിഞ്ഞ തവണയും കടമെടുക്കാൻ പോലും LDF സർക്കാരിനെ അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ, അവിടെയും ഒരു വകുപ്പിലും ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഏർപ്പെടുത്താതിരിക്കുകയും ചെയ്തു. ചെലവ് ചുരുക്കേണ്ടി വന്നില്ല. ഇവിടെ 2.5 മാസം പോലും ആകുന്നതിന് മുമ്പ് വലിയ ചെലവ് ചുരുക്കലിലേക്ക് പോകുന്നു, കടമെടുപ്പിന്റെ റെക്കോർഡ് ഇടുന്നു. എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? സിജു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരത്തിലേറി 3 മാസം തികയുന്നതിന് മുമ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ധനവകുപ്പ് വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് ഇനി പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ കാരണം സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ മാറ്റിവെക്കാൻ കഴിയുന്ന പദ്ധതികൾ മാറ്റിവെക്കുക, അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ നിർദ്ദേശിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ധനവകുപ്പ് മറ്റ് വകുപ്പ് മേധാവികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിൽ പ്രധാനമായും പറയുന്ന കാര്യം എന്ന് പറയുന്നത് ലാഭകരമല്ലാത്തതും അതുപോലെ തന്നെ അടിയന്തരമല്ലാത്തതുമായ പദ്ധതികൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഈ ചില അറ്റകുറ്റപ്പണികളുണ്ട്, വാഹനങ്ങളുമായി മറ്റൊക്കെ ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും റോഡ് അങ്ങനെ തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നിർത്തിവെക്കണം. ശമ്പളം ഒഴികെ ബാക്കിയുള്ള അധിക ചെലവായി വരുന്ന എല്ലാ പദ്ധതികളും ഒഴിവാക്കണം എന്നൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ VD സതീശൻ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം അടക്കമുണ്ട്. ഈ ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം അവർ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതിൽ പ്രിയദർശിനി മാത്രമാണ് ഒരു ആദ്യഘട്ടം എന്ന നിലയിൽ നടപ്പിലാക്കിയിരിക്കുന്നത് മാത്രം. അപ്പോൾ ബാക്കി എല്ലാ പദ്ധതികളും അവർ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മേധാവികൾക്ക് ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഈ വിവിധ വകുപ്പുകളിൽ ഏതൊക്കെ പദ്ധതികളാണ് ഒഴിവാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ചിലവ് ചുരുക്കാൻ സാധിക്കുക, അത്തരത്തിലുള്ള മേഖലകൾ കണ്ടെത്തി ഉടൻ തന്നെ ധനവകുപ്പിൽ ഈ നിർദ്ദേശം അറിയിക്കണം എന്നുള്ള കാര്യം കൂടി ധനവകുപ്പിൽ നിന്ന് പുറത്തു വന്ന ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. പ്രധാനമായും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഓരോ മേഖലകളും വിശദമായി തന്നെ പരിശോധിക്കുമ്പോൾ അധിക ചെലവ് അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരിന് ഏൽക്കേണ്ടി വരുന്ന പദ്ധതികൾ ഉണ്ടായിരിക്കും. അത് പുതിയ നിർദ്ദേശപ്രകാരം വന്ന പദ്ധതികളാകാം, ഈ ഇൻഷുറൻസ് പദ്ധതികൾ പോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകും. ഇപ്പം അത് മാത്രമല്ല, ഈ ഉത്തരവിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യുമ്പോൾ അവിടെ അധികമായി അവിടേക്ക് വിന്യസിച്ച ജീവനക്കാരൊക്കെ പുറത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ ഇവരുടെ പട്ടിക തയ്യാറാക്കുക, ഇങ്ങനെ പുറത്തു നിൽക്കുന്ന ജീവനക്കാരുടെ പട്ടിക തയ്യാറാക്കിയതിനു ശേഷം അവരെ ഭാവിയിൽ മറ്റ് വകുപ്പുകളിലേക്കോ ഒഴിവുകളിലേക്കും നിയമിക്കാനുള്ള ഒരു നടപടി എടുക്കണം എന്ന കാര്യവും ഈ ഉത്തരവിൽ പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ അധികമായി പുറത്തു നിൽക്കേണ്ടി വരുന്ന ജീവനക്കാരെ ഒഴിവുകളിലേക്ക് നിയമിക്കുമ്പോൾ ഇനി പുതിയ തസ്തികകൾ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ സർക്കാരിനെ വലിയ രീതിയിൽ കടമെടുപ്പിന്റെ കാര്യത്തിലായിരുന്നു ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവായ സമയത്ത് വലിയ വിമർശനങ്ങൾ അഴിച്ചുവിട്ടത്. അത് ഇത്തവണ മാറിയിരിക്കുന്നു. 2.5 മാസം അഞ്ജു, ഈ VD സതീശൻ പറഞ്ഞത് പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവെന്നാണ്. പക്ഷേ കഴിഞ്ഞ സർക്കാർ അവശേഷിപ്പിച്ചു പോയ പണത്തിലാണ് ഇത്രയും കാലവും ഈ സർക്കാർ മുന്നോട്ട് പോയത്. കൃത്യമായ ആസൂത്രണമില്ലായ്ക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചത് പോലും കൊടുക്കുന്നില്ല. ചുരുക്കത്തിൽ ഇനി പുതിയ റിക്രൂട്ട്മെന്റ് നടക്കാൻ പോകുന്നില്ല, സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നില്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളടക്കം അവതാളത്തിലാകുന്നു. അതാണ് സതീശന്റെ മാജിക്, വിസ്മയം. അതെ, സതീശൻ അധികാരത്തിലേറിയപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ട്രഷറിയിലൊക്കെ പണം ഇനി കുന്നുകൂടുമെന്നൊരു കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തിലേക്കൊന്നും സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ പോകാൻ കഴിയുന്നില്ല. പകരം അവരെ ഈ ജനക്ഷേമ പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങൾ നിർത്തലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഭാഗമായി തന്നെയാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി അടക്കം ഇവർ നിർത്തലാക്കിയത്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ. ശരി, അഞ്ജു എസ് പാലനാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് ചെലവ് ചുരുക്കണമെന്ന് ധനവകുപ്പിന്റെ നിർദ്ദേശം വിവിധ വകുപ്പുകൾക്ക്. വിവരങ്ങളാണ് അഞ്ജു എസ് പാലൻ നൽകിയത്.